ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ലേൺ കോഡിംഗ് വിത്ത് മീ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ റൂൾസും അതുപോലെ തന്നെ ലൈൻ ബ്രേക്സും എങ്ങനെ നമുക്ക് ഒരു HTML പേജിൽ ആഡ് ചെയ്യാം എന്നാണ്. അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അതുപോലെ തന്നെ ലൈൻ ബ്രേക്ക് നമ്മുടെ ഒരു പാരഗ്രാഫിനിടയിൽ ബ്രേക്ക് ഒക്കെ എങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ റൂൾ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്നത് HR ടാഗാണ്. HR ടാഗാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കണ്ടിട്ട് ദിസ് ഈസ് എ ഹെഡിങ്, ദിസ് ഈസ് സംതിങ് ടെസ്റ്റ് ആൻഡ് നമ്മളൊരു HR ടാഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് കണ്ടന്റിന് ശേഷം അല്ലെങ്കിൽ കണ്ടന്റിന് മുമ്പോ HR ടാഗ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ എന്ത് ചെയ്യും നമ്മുടെ വെബ് പേജിൽ കാണാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതെ, ഈ ഒരു ടെക്സ്റ്റിനകത്തോട്ട് ഞാനിവിടെ എവിടെയെങ്കിലും ഒരു HR ടാഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബ്രൗസറിൽ എങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഹെഡിങ് 6നും അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗിനും ഇടയിലായിട്ടാണ് HR ടാഗ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ബ്രൗസറിൽ കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു HR ടാഗ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ആ ഹെഡിങ് 4 എടുത്ത് ഞാൻ ആ പാരഗ്രാഫിന് ശേഷം ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ പാരഗ്രാഫിന് ശേഷം ഞാൻ പേസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ഞാനൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു HR ടാഗ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു അറിയാൻ വേണ്ടിയിട്ടാണ്. സോ കണ്ടല്ലോ, പാരഗ്രാഫിന് ശേഷം വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ HR ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ബ്രൗസറിൽ അല്ലെങ്കിൽ വെബ് പേജിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇനി നമുക്ക് HTML എങ്ങനെ ലൈൻ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ബ്രേക്ക് എലമെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈൻ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാരഗ്രാഫിലാണെങ്കിൽ കൂടെ നമ്മൾ ഇടയിൽ ഒരു ബ്രേക്ക് ടാഗ് കൊടുത്തു വെച്ചാൽ പുതിയൊരു ലൈനിലോട്ട് എന്ത് ചെയ്യും, പുതിയ ലൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പീൻ്റെ ഇടയിൽ കാണില്ലേ, ദിസ് ഈസ് എ ബ്രേക്ക്, എ പാരഗ്രാഫ് ബ്രേക്ക് വിത്ത് ലൈൻ ബ്രേക്ക്. അപ്പം ഇങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ ദിസ് ഈസ് ഒരു ലൈനിൽ, അടുത്ത എ പാരഗ്രാഫ് നെക്സ്റ്റ് ലൈനിൽ, അങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ദ ബ്രേക്ക് ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗ് വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ എൻഡ് ടാഗ്. അതായത് ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ് ബ്രേക്ക് ടാഗ് എന്ന് പറയുന്നത്. അതിന് ഒരു ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആ പാരഗ്രാഫിൻ്റെ ഇടയിലായിട്ട് ഒരു ബ്രേക്ക് ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ്. സോ നമുക്കിവിടെ ആ പാരഗ്രാഫിന് ഇടയിലായിട്ട് ഞാൻ എഴുതി ഫസ്റ്റ് ആ ഒരു ബ്രേക്ക് ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ലൈനിലാണ് ആ ഒരു അടുത്ത ബ്രേക്ക് ടാഗിന് ശേഷമുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വേറൊരു ബ്രേക്ക് ടാഗും കൂടെ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ബ്രേക്ക് ടാഗ് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ പിന്നുള്ള കണ്ടന്റ് അടുത്ത പുതിയൊരു ലൈനിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ബേസിക്കലി അതാണ് ബ്രേക്ക് ടാഗിൻ്റെ യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ HR ടാഗും അതുപോലെ തന്നെ ലൈൻ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്യാൻ BR ടാഗും ആണ് യൂസ്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.